ഗംഭീര പായസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പായസത്തിന്റെ ഏതാണ്ട് ഒരു 1-ാം ഭാഗം ഘട്ടം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അത് മൂത്ത ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത ഒരാളെ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു മൂത്ത അല്ല, ഇത് ശരിക്കും നന്നായെന്ന് അറിയാമെങ്കിൽ തൊട്ട് നോക്കണ്ട. ഇത് ഞാൻ കാണിച്ചു മണുത്താ മതി. കുറച്ചുകൂടിയാണ് ശരി. അതിനകത്തോട്ട് തന്നെ ഇട്ടു. അത് മാത്രല്ല നോമ്പ് ഫുള്ള് പിടിക്കാൻ വേണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശർക്കര പൊടിച്ചിട്ടു, ഇനി പഞ്ചസാര പൊടിച്ചിട്ടു, ബാക്കി കശുവണ്ടി. നവാസ് പറഞ്ഞ കശുവണ്ടി ഏറിയപ്പോൾ കശുവണ്ടി പായസമായി പോകുമോ എന്നൊരു സംശയമുള്ളൂ ഞങ്ങൾക്ക്. അല്ല, പക്ഷെ വേറെ കാര്യം എന്താ പറയുക, ഇതിനകത്ത് ഇത് ഏതെങ്കിലും ഒരു കോലത്തിലാവോ? എനിക്ക് പേടിയുണ്ട് കേട്ടോ ഈ സാധനം. ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ഈ കോലത്തിൽ സാധനം. എനിക്ക് ഈ സാധനം താഴെ ഗ്യാസ്. അല്ല, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ നെയ്യ് ഒഴിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പഴം തേണ്ട. ഈ പഴം ഇട്ട് അതൊരു പരുവാകുമ്പോ പാല് തന്നെയാണ് ഒഴിക്കുക ആദ്യം? അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ പായസം ഉണ്ടാക്കാൻ അറിയാമോ? ഏതെങ്കിലും ഒരുത്തനെ, അല്ലെങ്കിൽ ഒരുത്തിക്ക് ആകെ ഒരുത്തിയുള്ളൂ. ഞാൻ വർഷത്തിൽ ഒരു ദിവസം അടുക്കളയിൽ കയറും. ആണല്ലേ? പാചകത്തിനല്ല, ക്ലീൻ ചെയ്യാൻ. കാരണം വെച്ചാല് ആ സൈഡൊന്നും അവരധികം ക്ലീൻ ചെയ്യാറില്ല. അപ്പൊ അത്ര മൂലയിലും സ്ലാബിന്റെ അടിയിലൊക്കെ ചിമ്മിണിയൊക്കെ പുക പിടിച്ചിരിക്കുമ്പോ അതൊക്കെ അടിച്ച്. അപ്പൊ എന്തായാലും നമ്മള് പിന്നെ പാല് തലപ്പാൽ ഒഴിച്ച് തലപ്പാലിനകത്ത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ഇട്ടു. അതിനുശേഷം തലപ്പാവല്ല, തലപ്പാല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏലക്ക ഇട്ടു, ഒക്കെ കിസ്മസും ഒക്കെ ഇട്ടു. പാല് 4 പ്രാവശ്യം ഒഴിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അരിച്ചരിച്ചെടുത്തതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലാസ്റ്റ് ഒഴിച്ചു. അതിലിപ്പം ഈ തേങ്ങാപ്പാലിൽ ഇതും റെഡിമെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ സാധനം, തേങ്ങാപ്പാൽ. ഇത് വെള്ളം ചൂടാക്കി തേങ്ങാപ്പാലായിട്ട് യൂസ് ചെയ്യുന്നു. പായസം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, അലുവ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളവിടെ ഔർക്കാന്ന് പറഞ്ഞ ഒരാളുണ്ടേ, നമ്മുടെ മൂത്താപ്പായിട്ട് വരും. അവർക്ക് കഴിഞ്ഞ് കേട്ടാലും കുഴപ്പമില്ല, അതിന് പറയാൻ ചിലപ്പോ അലുവ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങി. അലുവ വരകി വന്ന് ആളുകൾ ഇങ്ങനെ ഓർഡർ കൊടുത്തു. പുള്ളി എല്ലാ ഓർഡറും നേരത്തെ പോയി പിടിച്ചു. 8 മണി രാത്രി 10 അന്ന് പാക്ക് ചെയ്തിട്ട് വേണം അടുത്ത രാവിലെ വിൽക്കാനായിട്ട്. അപ്പൊ ഇത് കുറെ കഴിയുമ്പോൾ ഇളക്കി ഇങ്ങനെ സ്ട്രോങ് ആയി വന്നിട്ട് പിന്നെ ഒരു തട്ടിലിട്ടിട്ട് ഒരു അച്ചിനകത്തിടും. അത് കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇടുമ്പോൾ കറക്റ്റ് അലുവയുടെ ഷേപ്പിൽ സംഭവം വരും. പുള്ളി ഇളക്കിയിട്ടും ഇതിങ്ങനെ പായസത്തിന്റെ അവസ്ഥയിൽ നിൽക്കേണ്ട അലുവ. അവസാനം 12:30 മണിയായപ്പോ കടക്കാർ പറഞ്ഞേ, ഇത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ കച്ചവടം നടക്കുമോ? കാര്യം ചിലര് കുപ്പിയായിട്ട് പോകുന്നുള്ളു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ശരിക്കും വാക്ക് മാറ്റിയിരിക്കാണ്. മനസ്സിലായോ? അല്ല, നമുക്ക് ഇത് മാറ്റിയല്ലോ, മറ്റേത് അരിവുണ്ടാക്കാൻ പറ്റില്ലേ? ഇത് കട്ട് ചെയ്യുന്ന സംശയം ഉണ്ട്. അല്ല, ഇത് കണ്ടാൽ രണ്ടുണ്ട് ഗുണം. പായസം ഉണ്ടാക്കുന്നത് മനസ്സിലാവും, ലാസ്റ്റ് ഇത് അലുവ ഉണ്ടാകുന്ന രണ്ട് മനസ്സിലാവും. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം പൂരേ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ കോമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വിണ്ണിൻ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശംഖുലികൾ
ശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയായി നറുതേൻ ചൊരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ ആടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അപ്പോൾ പായസത്തിന്റെ ഏകദേശം ഒരു പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുക. എന്താണ് സരിയക്ക് ഒരു ചെറിയ ഡൗട്ട് പോലെ? പാല് പിരിഞ്ഞോന്നൊരു സംശയം. പാല് പിരിഞ്ഞെങ്കിൽ ഉപകാരമായി. ഇത് കഴിച്ചിട്ട് ആൾക്കാർ 4 വശത്തും പിരിഞ്ഞോളൂ. അതെന്താ കാര്യം എന്നറിയോ? ആ പേരിലെങ്കിലും ആരും കഴിക്കില്ലല്ലോ. പിരിഞ്ഞ നന്നായി. ആൾക്കാർ ഒരു കാര്യം സത്യമാണ്. നമ്മൾ പോഴങ്കളി കളിക്കണവരാണെങ്കിലും പോഴം പുറത്താനൊക്കെ പറഞ്ഞവരാണെങ്കിലും സംഗതിയുടെ മണം അടിച്ചിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇത് എങ്ങനെയുണ്ട്? എന്തായാലും പഴം പായസമാണ്. പഴയ പായസം അല്ല, പഴം പായസം. പായസം എങ്ങനെയായാലും ഇത് അനുഭവിക്കാൻ എല്ലാവരും കൂടി വേണം. അപ്പോൾ ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയാൻ നമ്മുടെ പ്രൊഡ്യൂസറും ബാധ്യസ്ഥനാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ അല്ല, ഇതിന്റെ പ്രൊഡ്യൂസർ ആരാ? ഇതിന്റെ പ്രൊഡ്യൂസർ പ്രീത. അപ്പൊ പ്രീതക്ക് കൊടുത്ത് നമ്മൾ ഇനി പ്രോഗ്രാം അവസാനിപ്പിക്കണം. കാര്യം പ്രീത അവിടെ ഇരിക്കുകയാണ്. ഇനി ഒരുപാട് പരിപാടി ചെയ്യാനുള്ളതാണ്. നമ്മുടെ മിമിക്സ് മാമാങ്കത്തിന്റെ പ്രൊഡ്യൂസർ വിളിക്കും. അപ്പൊ സെന്തിലിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം സെന്തിൽ. സെന്തിൽ ഒരു മിനിറ്റ് വാ ഇങ്ങോട്ട് വാ. തല്ലാനല്ല, സെന്തില് കൊല്ലാനാ വിളിക്കുന്നത്. സെന്തിലിനെ ഒന്ന് പരിചയപ്പെട്ടു. സെന്തില് കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ, കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് സെന്തിൽ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു പായസം പരീക്ഷിച്ചിട്ട് അല്ല, അത് മാത്രമല്ല സെന്തിൽ ശരീരം നന്നായി സൂക്ഷിക്കുന്ന ആളാണ്. അപ്പൊ നമ്മള് ലഞ്ചിനൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ പുള്ളി വെജ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ അതൊക്കെ ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവാണ്. ആ ഇത്രയും നാള് കാത്തു സൂക്ഷിച്ചൊരു ഒന്നില്ലെങ്കിൽ വണ്ണം വെക്കും, അത് നീരായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും തരാം പായസം. ആദ്യം നമുക്ക് ചൂടാണ്, അത് കഴിച്ചു സെന്തിലേട്ടനോട് ചില കാര്യങ്ങൾ ഇത് കുടിച്ചാൽ നല്ല പായസമാണ്. പായസം ചൂടാണ്. നീ കറക്റ്റ് അഭിപ്രായം പറയാം. പായസം കുടിച്ച എക്സ്പ്രഷൻ അല്ല, ചൂടായിട്ടാണ്. ചൂടുകൊണ്ടാണ്. ഉഗ്രം പായസം, വളരെ നല്ല പായസം. സീരിയസ് ആയിട്ട് അല്ല, വടകര കോഴിക്കോടിന്റെ ഒരു പുള്ളി പറഞ്ഞു സീരിയസ് ആകാതിരിക്കട്ടെ. അപ്പോൾ സെന്തിൽ ഭായി പറഞ്ഞു ഏറ്റവും നല്ല പായസം എന്നാണ്. അത് എങ്ങനെ പറയാതിരിക്കാൻ വയ്യ. കാരണം പ്രത്യേകിച്ച് മലബാർ സൈഡ് അല്ലെങ്കിൽ കോഴിക്കോട് സൈഡൊക്കെ ആഹാരം വെക്കുന്നതിൽ വളരെ നല്ല ടേസ്റ്റുള്ള ആഹാരം. കോഴിക്കോട് ബിരിയാണി, കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ക്രെഡിറ്റ് ഞങ്ങൾ സരിക കൊടുക്കുകയാണ്. ഇനി സരിക പായസം സരിക നാട്ടുകാരിയാണ്. ഇനി കോഴിക്കോട് വരുമ്പോൾ ചോദിച്ചേക്കണം, സരിക പായസം ഉണ്ടോ? ഇല്ല സരിക. അതെ, തീർച്ചയായും പരിപാടികളാണ്. യൂണിറ്റിൽ എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു പായസം വെച്ച് സരിക നമുക്ക് തന്നു. നമ്മൾ തമാശയാണെങ്കിലും അത് വെപ്പിലൊരു തമാശ ഉണ്ടായി. നല്ല ഓണവുമായും ബന്ധപ്പെട്ട 2 പാട്ട് കേട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നുപോയി. ഏതായാലും സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ വകയായ ഒരു തിരുവോണ ആശംസ.